ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഓണപരീക്ഷ നടക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം ഇന്നലത്തെ എക്സാം തീർന്നു. ഇന്നത്തെ രണ്ടാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം എന്താണ്, ഒരു പട്ടത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. നല്ല വാലും ചിറക്കും ഒക്കെ ഉള്ള നല്ല മനോഹരമായൊരു പട്ടം അല്ലേ. അപ്പോൾ എന്താണ്, ഇത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യനാണ്, മാത്സിൻ്റെ, മറ്റത് മലയാളം തന്നെയാണ്. ഓക്കെ. അപ്പോൾ എന്താണ്, പട്ടമുണ്ട്, പട്ടത്തിൽ കുറച്ച് ജീവികളുണ്ട്. അപ്പോൾ ഇവയെ എണ്ണി നോക്കിയിട്ട് അവയെ ഓരോന്നും എത്ര എണ്ണാന്ന് എഴുതാനാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ വേംസ്, അപ്പോൾ എത്ര വേംസ് ഉണ്ടെന്നാണ്. സെക്കൻഡ് കോളം ആൻഡ്, ഉറുമ്പുകൾ എത്ര ഉണ്ട്. അടുത്തത് സ്മോൾ ബഗ്സ്, അവ എത്ര ഉണ്ട് എന്ന് എഴുതാനാണുള്ളത്. അപ്പോൾ വേംസ് എത്ര എണ്ണമാണ്. ഇതെന്താണ്, കുട്ടികൾക്ക് ഈസി ആയിട്ട് കൗണ്ട് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ വേംസ് 6 ഉണ്ട്, അതുപോലെ ആൻറ്റ്സ് 5 ഉറുമ്പുകൾ, സ്മാൾ ബഗ്സ് 3. അടുത്തത് എന്താണ്, റൈറ്റ് ദ നമ്പർ ഓഫ് ക്രിയേറ്റേഴ്സ് ഫ്രം ദ സ്മാളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. അപ്പോൾ എന്താണ്, ഇവയെ നമ്മൾ സ്മാളസ്റ്റ് ആദ്യം ഏറ്റവും ചെറുതെന്ന് വലുതൊക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അറിയാമല്ലേ എന്താണ് ഓരോ കോളത്തിലും. അപ്പോൾ ഓക്കെ. അപ്പോൾ റൈറ്റ് ദ നമ്പർ ഓഫ് ക്രിയേറ്റേഴ്സ് ഫ്രം ദ സ്മാളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. അപ്പോൾ നമ്മളെന്താണ് 3, 5, 6 അങ്ങനെ വലുതെന്ന് ചെറുതിലേക്ക് എഴുതുക. ഓക്കെ. അടുത്ത പ്രവർത്തനം ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു അരയന്നത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറവകൾ വായിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അരയന്നത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. എന്താണ്, നീണ്ട കഴുത്ത്, നീണ്ട കാലുകൾ, മീൻ തിന്നും, വെളുത്ത നിറം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ അരയുന്ന അതിൻ്റെ ഹംസമാണ്, അതിൻ്റെ പ്രത്യേകതകളാണ് കൊടുത്തത്. നീണ്ട കഴുത്തുണ്ട്, അതുപോലെ നീണ്ട കാലുകളുണ്ട്, മീൻ തിന്നും, വെളുത്ത നിറം, ഇതാണ് കൊടുത്തത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് താഴെ കുറച്ച് ചിത്രങ്ങളും അവയുടെ പ്രത്യേകതകളും കൊടുത്തിട്ടുണ്ട്. വായിക്കൂ, വരച്ച് യോജിപ്പിക്കൂ എന്നാണ് പറഞ്ഞത്. ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, കാക്ക കൊടുത്തിട്ടുണ്ട്, പരുന്ത് കൊടുത്തിട്ടുണ്ട്, തത്ത, തേൻകുരുവി, ഇവയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇപ്പുറത്ത് ഒരു കോളത്തിൽ ഒന്നും കൊടുത്തിട്ടില്ല, അവിടെ നമ്മൾ വരച്ച് ചേർക്കാനുള്ളതാണ്. ഇതിലുള്ള പ്രത്യേകതകളുള്ള, ഇതിൽപ്പെടാത്ത ഒരു പക്ഷിയാണ് നമുക്ക് വരച്ച് ചേർക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം വായിച്ച് നോക്കാം, എന്നിട്ട് വരച്ച് ചേർക്കാം. ആദ്യം പച്ച നിറം. പച്ച നിറം ഇതിൽ ആർക്കൊക്കെ ഉണ്ട്, തത്തയ്ക്ക് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ പച്ച നിറം തത്തയിലേക്ക് മാത്രം വരച്ച് ചേർക്കാം. അടുത്തത് അരി തിന്നും. ഇതിൽ ആരൊക്കെ അരി തിന്നും, കാക്ക അരി തിന്നു അല്ലേ. അപ്പം അതിലേക്ക് ചേർക്കാം. പരുന്തരി തിന്നു, തത്ത അരി തിന്നൂലേ, അതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ താഴെ വരക്കുന്നൊരു ചിത്രമുണ്ട്, അത് അരി തിന്നത് അതിലേക്ക് കൂടെ വരയ്ക്കാം. ഇനി തേൻ കുടിക്കും. ഇതിലാരാ തേൻ കുടിക്കുന്നത്, തേൻകുരുവി അല്ലേ. അപ്പം നമുക്ക് തേൻകുരുവിയിലേക്ക് തേൻ കുടിക്കുന്നത് വരച്ച് ചേർക്കാം. ഇനി മീൻ തിന്നും. ആരൊക്കെ മീൻ തിന്നും, കാക്ക തിന്നും, അതിലേക്ക് വരക്കാം. അതുപോലെ പരുന്ത് തിന്നും അല്ലേ. അപ്പം പരുന്തിലും നമ്മൾ മീൻ തിന്നും വരച്ച് ചേർക്കാം. ഇനി വളഞ്ഞ ചുണ്ട്. ഇതിൽ വളഞ്ഞ ചുണ്ട് ആർക്കൊക്കെയുണ്ട്, തത്തയ്ക്കുണ്ട്, അതുപോലെ പരുന്തിനുണ്ട്. അപ്പോൾ രണ്ടിലേക്കും അത് വരച്ച് ചേർക്കാം. ഇനി അവസാനം വീട്ടിൽ വളർത്തും. അപ്പോൾ ഇവിടെ വീട്ടിൽ വളർത്തുന്നത് ഏതാ, നമ്മളെ തത്ത വീട്ടിൽ വളർത്തും, അതിലേക്ക് വരയ്ക്കാം. ഇപ്പുറത്ത് ഒരു കോളുണ്ട്, അതിൽ ഇഷ്ടമുള്ള ഒരു പക്ഷിയെ വരയ്ക്കാനാണ് വരച്ചിട്ട് ചേർക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഏത് പക്ഷിയെയും വരയ്ക്കാം, എന്നിട്ട് അതിലേക്ക് വരച്ച് യോജിപ്പിക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്കൊരു കുഞ്ഞു കവിതയാണ്, പാട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, വരികൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ വരികൾ ഉണ്ടാക്കാനുണ്ട്.
ആദ്യത്തെ വരികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലത്തെ വരികൾ ഉണ്ടാക്കാൻ. കളി കളി കളിച്ചിരി, ചിരി ചിരി കളിച്ചിരി, കളിച്ചിരി നല്ല കളിപ്പാട്ടം, പമ്പരമാണേ കളിപ്പാട്ടം. എന്താണ്? കളി കളി കളിച്ചിരി, ചിരി ചിരി കളിച്ചിരി, കളിച്ചിരി നല്ല കളിപ്പാട്ടം, പമ്പരമാണേ കളിപ്പാട്ടം. അപ്പം അതുപോലെ ഇപ്പുറത്ത് നമുക്കൊരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, കളിപ്പാട്ടത്തിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ചിത്രങ്ങൾ വെച്ചിട്ട് ഒരു കളിപ്പാട്ടത്തിൻ്റെ പേര് മാത്രം കുട്ടികൾ കൂട്ടിച്ചേർത്താൽ മതി. ബാക്കി മുന്നത്തെ വരികൾ നോക്കി അതേപോലെ എഴുതാം. അപ്പോൾ ആദ്യത്തെ വരി കൊടുത്തിട്ടുണ്ട്, കളി കളി കളിച്ചിരി. ഇനി അടുത്ത വരി എന്താണ്? കളി കളി കളിച്ചിരി, ചിരി ചിരി കളിച്ചിരി, കളിച്ചിരി നല്ല കളിപ്പാട്ടം. ആ വരികൾ അതുപോലെ എഴുതുക. പിന്നെ നമ്മൾ ഒരു കളിപ്പാട്ടത്തിൻ്റെ പേര്, ഓലപ്പന്താണേ കളിപ്പാട്ടം. ഇതാണ് ആദ്യത്തെ 4 വരി. ഇനി അടുത്ത ഒരു 4 വരിയും കൂടെ ഉണ്ട്. ഇതിൽ ആദ്യത്തേൽ കളി കളി കളിച്ചിരി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതിൽ എന്ത് ചെയ്യണം? കുട്ടികൾ 4 എഴുതണം. അവിടെ എന്ത് വേണം? കളി കളി കളിച്ചിരി, ചിരി ചിരി കളിച്ചിരി, കളിച്ചിരി നല്ല കളിപ്പാട്ടം. ഇനി ഇഷ്ടമുള്ള ഏതെങ്കിലും കളിപ്പാട്ടത്തിൻ്റെ വേറെ പേര് ചേർക്കാം. അത് നമുക്ക് പാവയാണ് കളിപ്പാട്ടെന്നോ എന്ത് ഇഷ്ടമുള്ള കളിപ്പാട്ടം, ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള കളിപ്പാട്ടത്തിൻ്റെ പേരും കൂടെ ചേർത്തിട്ട് എഴുതാം കേട്ടോ. അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ചിത്രം തന്നിട്ടുണ്ട്. മനോഹരമായൊരു പിക്ചറാണല്ലേ. ഇപ്പം ചിത്രത്തിൽ എന്താണ് കാണുന്നത്? കുട്ടികൾ കളിക്കുകയാണ്. പല കളിയിലേർപ്പെട്ട കുട്ടികളാണുള്ളത് അല്ലേ. അവരെന്തൊക്കെയാണ് കളിക്കുന്നത്? പല പന്ത് കളിക്കുന്നുണ്ട്. അതുപോലെ പല കളികളിലും മണ്ണ് ഇട്ട് വീട് വെച്ച് കളിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ കളികളാണ്. ഇനി താഴെ വായിക്കൂ. വായിക്കാനുണ്ട്. എന്താ വായിക്കാൻ? വായിക്കാൻ കുറച്ച് കളികളുടെ പേരാണ്. ക്രിക്കറ്റ്, ഒളിച്ചുകളി, കബഡി, പന്തുകളി, കഞ്ഞിയും കറിയും വെച്ചുകളി, കുളങ്കര, ചാടിക്കളി, കാരം ബോർഡ്, പാമ്പും കോണിയും, തൊട്ടുകളി. ഇവയൊക്കെയാണ് കളികൾ. ഇനി താഴെ ഒരു ചോദ്യമുണ്ട്. ഉപകരണങ്ങൾ ആവശ്യമില്ലാത്ത കളികൾക്ക് ടിക്കടയാളം ഇടും. അപ്പം ശരിയിടാനാണ് പറഞ്ഞത്. ഉപകരണങ്ങളൊന്നുമില്ലാണ്ട് കളിക്കുന്ന കളികൾക്ക് ശരിയിടാനാണ്. ഏതൊക്കെയാണ് ഉപകരണങ്ങൾ വേണ്ടതും വേണ്ടാത്തതും നമുക്ക് തരംതിരിച്ച് നോക്കാം അല്ലേ. ആദ്യം തന്നെ ക്രിക്കറ്റിന് ഉപകരണങ്ങൾ വേണോ? വേണം അല്ലേ. നമുക്ക് ബോളും ബാറ്റും ഒക്കെ വേണം. അപ്പം അതിനൊന്നും ചെയ്യണ്ട. അടുത്തത് ഒളിച്ചുകളിക്ക് എന്തെങ്കിലും ഉപകരണങ്ങൾ ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ ഒളിച്ചാൽ മതി. നമുക്ക് കയ്യിൽ ആവശ്യമില്ല. അപ്പം അതിന് ടിക്കിടുക. അതുപോലെ കബഡി എന്താണ്? അതിനും ആവശ്യമില്ല. അപ്പം അതിന് ടിക്കിടുക. ഇനി പന്ത് കളിക്ക് നമുക്ക് പന്ത് വേണം. അപ്പം അത് ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇനി കഞ്ഞിയും കറിയും വെച്ച് കളിക്കോ? നമുക്ക് അതിന് ചിരട്ടയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അല്ലേ. അപ്പം അതിനൊന്നും ചെയ്യണ്ട. ഇനി കുളങ്കരയ്ക്ക് ഉപകരണങ്ങൾ വേണോ? വേണ്ട അല്ലേ. നമുക്കൊരു ഇതിൽ കളം വരച്ചിട്ട് അതിൽ ചാടിക്കളിച്ചാൽ മതി. ഇനി ചാടിക്കളി അതിനും വേണ്ട. അപ്പം ടിക്കിടുക. കാരം ബോർഡിനോ? നമ്മൾ ബോർഡ് വേണം. അതുപോലെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിനൊന്നും ചെയ്യണ്ട. പാമ്പും കോണിക്കും നമുക്ക് അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഇനി തൊട്ടുകളിക്ക് ഉപകരണങ്ങൾ വേണോ? വേണ്ട. നമുക്ക് തൊട്ട് കളിക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ടിക്കിടേണ്ടത്? ഒളിച്ചുകളി, കബഡി, കുളങ്കര, ചാടിക്കളി, അതുപോലെ തൊട്ടുകളി. ഓക്കെ, ഇത്രയാണ് നമ്മുടെ എക്സാം. എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും അല്ലേ. എല്ലാവരും ശരിയാണോ? എന്നാൽ നന്നായി പഠിച്ച് ഇനിയും നാളത്തെ എക്സാമും കൂടെ എഴുതാം കേട്ടോ.
ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.